2 ദിവസം മുന്നേ ഞാൻ യൂട്യൂബ് ഷോർട്സ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയൊരു സാധനം കാണുന്നത്. സംഭവം അഫോർഡബിളും യൂസ്ഫുള്ളും ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ 17 സെന്റിമീറ്റർ നീളവും 15 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വൈറ്റ് ചാർട്ട് എടുത്തു. എന്നിട്ട് അതിൽ 1 സെന്റിമീറ്റർ വീത സ്പേസിങ് ഇട്ടിട്ട് 4 ലൈൻസ് ഇതുപോലെ 4 സൈഡിലും വരച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഐവറി ചാർട്ടാണ് എടുത്തത്, അതുകൊണ്ട് കുറച്ച് കട്ടി കൂടുതലാണ്. മറ്റേ വാട്ടർ കളർ ഷീറ്റ് എടുത്താലും മതി. അപ്പോൾ ആ ഷീറ്റിൻ്റെ 4 സൈഡിൽ ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കോർണറിൽ ക്രോസ് ചെയ്യുന്ന ലൈൻസിൽ ആ പോർഷൻ അങ്ങ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളത്തിൻ്റെ സൈഡിൽ, വീതിയുടെ സൈഡിൽ അല്ല, നീളത്തിൻ്റെ സൈഡിൽ, ഫിക്സ്, നീളത്തിൻ്റെ സൈഡിൽ ഞാൻ 1 സെൻറ്റിമീറ്റർ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നീളത്തിൻ്റെ സൈഡിൽ മാത്രം 2 സൈഡിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പോർഷൻ മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഓരോ ലൈനിൽ കൂടെയും ഈ 4 സൈഡിലും നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്, ആ ഒരു മടക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ 4 സൈഡിലും ഈ മടക്കിലൂടെ നമ്മൾ മടക്കി കൊണ്ടുവന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ, അതായത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു അടിപൊളി ഫ്രെയിം കിട്ടും. പക്ഷേ എനിക്ക് ജോയിൻ ചെയ്തപ്പോൾ വർക്കൗട്ടായില്ല. അതുകൊണ്ട് ഞാൻ പശ വെച്ചിട്ട് അടിയിലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഇത് ഈ ഐവറി ചാർട്ട് ആയതുകൊണ്ടായിരിക്കാം. ആ നീളത്തിൻ്റെ സൈഡ് മടക്കുമ്പം അവിടെ കുറച്ച് പശയും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടിരിക്കും. അപ്പം നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഫ്രെയിമിൽ വെക്കാൻ ഫോട്ടോ വേണം. ഫ്രെയിമിൽ എന്ത് സാധനം വെക്കും എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ച് എനിക്ക് കിട്ടി. കുറേ നാൾ മുന്നേ ഞാൻ എൻ്റെ ഫോട്ടോയും എൻ്റെ ചേച്ചിയുടെ ഫോട്ടോയും കൂടെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാ എടുത്തേന്നോ എന്നെടുത്തെന്നോ എനിക്ക് ഒരു പിടിയില്ല. പഴയ ഒരു ഡയറിയിലിരുന്നതാണ്. അപ്പം ഞാൻ ഓർത്തു അതിങ്ങനെ ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കാം, എന്നിട്ട് അത് ഇതിനകത്തോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഒരു ക്യൂട്ട് മിനി ഫ്രെയിം ആയില്ലേ. അപ്പോൾ ഓക്കെ, ബായ്.